കോൺഗ്രസ് അംഗം സുഹാസ് സുബ്രഹ്മണ്യം പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കുമെന്നതിനാൽ ഇന്ത്യക്കുമേൽ തിരിവ ചുമത്തുന്നതിനെ എതിർക്കുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. മാത്രമല്ല, പുതിയ ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്നും കയറ്റുമതിക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇന്ത്യക്ക് തിരിവ ചുമത്തുന്നതിനെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. അത് ശരിക്കും മോശമായിരിക്കുമെന്ന വിലയിരുത്തലാണ് എനിക്കും. ഇത് ശരിക്കും വ്യാപാര യുദ്ധത്തിലേക്കാണ് നയിക്കുന്നതും. അതിനാൽ ഇവ ഇരു രാജ്യങ്ങളും നല്ലതാണെന്ന് കരുതുന്നില്ല എന്നും സുബ്രഹ്മണ്യം തുറന്നു പറയുകയുണ്ടായി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഇന്ത്യയുടെ താരിഫ് ഘടനയെ പരിഹസിച്ചിരുന്നു. മാത്രമല്ല, ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങൾക്ക് പരസ്പര നികുതി ചുമത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നതോടെ ഇന്ത്യൻ കയറ്റുമതിക്ക് കൂടുതൽ തിരിവ് ചുമത്താനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. മികച്ച തൊഴിൽ ശേഷിയുള്ള ധാരാളം ഇന്ത്യൻ വ്യവസായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിരവധി ഇന്ത്യൻ കമ്പനികൾ ലേക്ക് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ നമ്മുടെ രാജ്യങ്ങൾ സാമ്പത്തികമായി എത്രത്തോളം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ശക്തരാകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യ എന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ്. ഇന്ത്യ ബന്ധം ഇരു രാജ്യങ്ങളും വളരെ പ്രധാനമാണെന്നും സുബ്രഹ്മണ്യം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കുടിയേറ്റ നയത്തിന്റെ നവീകരണത്തിനായും അദ്ദേഹം ശക്തമായി വാദിച്ചു. കുടിയേറ്റത്തെക്കുറിച്ചും മറ്റും ധാരാളമായി കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് H-1B വിസയിലുള്ള ആളുകൾ പൗരത്വത്തിനും ഗ്രീൻ കാർഡ് നേടുന്നതിനും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രധാനമായും ഒരു സമഗ്ര കുടിയേറ്റ നയം ആവശ്യമാണ്. കൂടാതെ നിയമപരമായ കുടിയേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെക്കുറിച്ചും ധാരാളം കേൾക്കുന്നുണ്ട്. നമ്മുടെ അതിർത്തി സുരക്ഷിതമാക്കുന്നതിനെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നു. എന്നാൽ ആ വിഷയത്തിലും കൂടുതൽ ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം വൻതോതിലുള്ള ഫെഡറൽ ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഏത് നീക്കത്തെയും താൻ എതിർക്കുമെന്നും ഫെഡറൽ തൊഴിൽ ശേഷിയും ചാമ്പ്യനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും സുബ്രഹ്മണ്യം പറയുകയുണ്ടായി. അമേരിക്കയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ജനപ്രതിനിധി സഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്ന സുബ്രഹ്മണ്യം ലോകമെമ്പാടും ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കാനും താൻ ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞു. ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6ാമത്തെ ഇൻഡോ അമേരിക്കനാണ് 38-കാരനായ സുബ്രഹ്മണ്യൻ എന്ന വ്യക്തി. സമോസ കോക്കസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ അമേരിക്കക്കാരായ ഡോക്ടർ അമി ബേര, പ്രമീള ജയപാൽ, രാജ കൃഷ്ണമൂർത്തി, റോ ഖന്ന, ശ്രീ തനേദർ എന്നിവർക്കൊപ്പം അദ്ദേഹം ചേരുകയുണ്ടായി. വിർജീനിയയിലെ 10ാമത് കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ എന്ന പ്രത്യേകതയുമുണ്ട്.